വെൽക്കം ടു ശ്രീമാത്സ്. ഞാനിവിടെ ഡിഗ്രി പ്രിലിംസിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇനി തുച്ഛമായിട്ടുള്ള ദിവസങ്ങളേ ഉള്ളൂ. നല്ലതുപോലെ മെയ് 2-നാണ്. നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്താൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്താൽ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ നല്ല ഈസി ആയിട്ടെല്ലാം ചെയ്യാൻ പറ്റും. നല്ല പരിചയം തോന്നും ക്വസ്റ്റ്യൻ കാണുമ്പോൾ, എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ചില ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ നമുക്ക് ഓപ്ഷനിൽ നോക്കി പെട്ടെന്ന് സ്പീഡിൽ ചെയ്യാൻ പറ്റും. സ്പീഡിൽ എങ്ങനെ മാത്തമാറ്റിക്സ് ചെയ്യാം, മാത്സ് ആൻഡ് മെൻ്റൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം എന്ന് നമുക്ക് അതിൻ്റെ ട്രിക്കുകളും ടിപ്പുകളും ഫാസ്റ്റസ്റ്റ് മെത്തേഡ് ഓഫ് കാൽക്കുലേഷൻ, ഷോർട്ട് കട്ട് മെത്തേഡ്സ്, ഷോർട്ട് കട്ട് ഫോർമുലാസ് അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് റിവിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നു. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ അതിനെപ്പറ്റി നല്ലൊരു ധാരണ ഉണ്ടാകും. അപ്പോൾ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ വളരെ ഈസി ആയിട്ട് സ്പീഡിൽ മാത്സ് ലെങ്തി ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ വളരെ തുച്ഛമായിട്ടുള്ള സമയമുള്ളൂ. സമയം നമുക്ക് സേവ് ചെയ്യണം. അതുകൊണ്ട് സെക്കൻഡുകൾക്കുള്ളിൽ എങ്ങനെ ചെയ്യാൻ പറ്റും, അതിൻ്റെ ട്രിക്കുകളും ടിപ്പുകളും ഷോർട്ട് കട്ട് മെത്തേഡ്സും എല്ലാം വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഈ ദിവസവും 5-2/3 മണിക്കൂർ പഠനത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു. ശാസ്ത്രത്തിനും ഗണിതത്തിനും വേണ്ടി അവൻ 2-4/5 മണിക്കൂറാണ് നീക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മറ്റു വിഷയങ്ങൾക്കെല്ലാം കൂടി എത്ര സമയം ചിലവഴിക്കുന്നു എന്നാണ് കാണേണ്ടത്. അപ്പൊ ഇവിടെ ആകെ എത്ര സമയമാണ് ചിലവഴിക്കുന്നത്? ഈ മിശ്ര ഭിന്നത്തെ വിഷമ ഭിന്നം ആക്കണം. 5-2/3 മൈനസ് 2-4/5. ഇതിനെങ്ങനെയാ ഈ ഫ്രാക്ഷൻസ് തന്നെ ധാരാളം വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അത് ശ്രീമാസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വെച്ചാൽ മനസ്സിലാവുന്നതാണ് എങ്ങനെ അത് ചെയ്യുന്നതെന്ന് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ക്രോസിന് മൾട്ടിപ്ലൈ ചെയ്യും. 5 × 3 പ്ലസ് ഇവിടെ മുകളിലുണ്ടായിരുന്ന സംഖ്യ 2 ഹോൾ ഡിവൈഡഡ് ബൈ ഇവിടെ ഉണ്ടായിരുന്ന 3 മൈനസ് ഇവിടെ ഇടയ്ക്കുള്ള ചിഹ്നം മൈനസ്, ഈ താഴെ മുകളിലും 2 × 5 താഴെയുള്ള സംഖ്യയായിട്ട് ഇൻറ്റു ചെയ്യുക, പ്ലസ് മുകളിലുണ്ടായിരുന്ന 4 ഡിവൈഡഡ് ബൈ 5. ഇനി 5 × 3 15 പ്ലസ് 2/3 മൈനസ് 10 പ്ലസ് 4/5. നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക? രണ്ട് ഫ്രാക്ഷൻസ് സബ്ട്രാക്ട് ചെയ്യാനും ആഡ് ചെയ്യാനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് ക്രോസിന് എടുക്കുക, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. അതായത് സമം 17 × 5 ഇവിടെ ഇടയ്ക്കുള്ള ചിഹ്നം കൊടുക്കുക മൈനസ് 14 × 3/3 × 5. അതായത് 85 മൈനസ് 42/15. അതായത് 43/15. 43/15 നമുക്ക് ഇവിടെ കിട്ടിയത്. അതൊരു വിഷമ ഭിന്നമാണ്, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. എന്ന് വെച്ചാൽ അംശം കൂടുതലും ഛേദം കുറവുമാണ്. ഇതിനെ നമുക്ക് മിക്സഡ് ഫ്രാക്ഷൻ ആക്കണം, മിശ്ര ഭിന്നമാക്കി മാറ്റണം. കാരണം നമ്മുടെ ഓപ്ഷനിലെല്ലാം മിശ്ര ഭിന്നത്തില്ല, മിക്സഡ് ഫ്രാക്ഷനിലാണ് ആൻസർ തന്നേക്കുന്നത്. 43/15 നമുക്ക് ഇവിടെ കിട്ടിയത്. 43/15 മിശ്ര ഭിന്നമാക്കാൻ, മിക്സഡ് ഫ്രാക്ഷൻ ആക്കാൻ എന്ത് ചെയ്യണം? വെറുതെ 15 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ 43. 15 to 30 റിമൈൻഡർ 30. ഇപ്പൊ നമ്മൾ ഉത്തരം എങ്ങനെ എഴുതും? സമം ഹരണഫലം ആദ്യം എഴുതുക 2. എത്ര ശിഷ്ടം വന്നു അത് മുകളിൽ എഴുതുക. 13. എത്ര കൊണ്ട് ഹരിച്ചപ്പോൾ? 15 കൊണ്ട് ഹരിച്ചപ്പോൾ. 2 13/15 മണിക്കൂർ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 2 13/15 മണിക്കൂറാണ് മറ്റുള്ള വിഷയങ്ങൾക്ക് മാറ്റി വെച്ചേക്കുന്നത്. ഇവിടെ ഈ ദിവസവും 5-2/3 മണിക്കൂർ എടുത്ത് പഠിക്കുന്നു, പഠനത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു. ശാസ്ത്രത്തിനും ഗണിതത്തിനും വേണ്ടി 2-4/5 മണിക്കൂർ നീക്കി വെക്കുന്നു. മറ്റു വിഷയങ്ങൾക്ക് അവൻ എത്ര സമയം ചെലവഴിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ശാസ്ത്രത്തിന്, സയൻസിനും മാത്സിനും കൂടി എടുക്കുന്ന 2-4/5 മണിക്കൂർ. മറ്റു വിഷയങ്ങൾക്ക് എത്ര എടുക്കുന്നതെന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? ആകെ ഉള്ളതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ മതി. അതായത് മറ്റു വിഷയങ്ങൾക്ക് ആകെ ഉള്ളതിൽ നിന്ന് സയൻസിനും മാത്സിനും, അതായത് ശാസ്ത്രത്തിനും ഗണിതത്തിനും എടുത്തേക്കുന്ന സമയം കുറച്ചാൽ മതി ആകെ ഉള്ളതിൽ നിന്ന്. ഇത് മിശ്ര ഭിന്നമാണ്, മിക്സഡ് ഫ്രാക്ഷൻ ആണ്. ഈ മിക്സഡ് ഫ്രാക്ഷൻസിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് ആക്കിയിട്ട് വേണം ചെയ്യാൻ. ഇത് നമ്മളെ വിഷമ ഭിന്നം ആക്കണം. ഇതെങ്ങനെ ചെയ്യുക? ഇത് രണ്ടും കൂടെ ഗുണിക്കുക. 5 × 3 പ്ലസ് മുകളിലുണ്ടായിരുന്ന 2/3 മൈനസ് 2, ഇത് രണ്ടും കൂടെ ഗുണിക്കുക മുകളിലും താഴെ. 2 × 5 പ്ലസ് ഇവിടെ ഉണ്ടായിരുന്ന മുകളിലുണ്ടായിരുന്ന 4/5 സമം 15 പ്ലസ് 2/3 മൈനസ് 10 പ്ലസ് 4/5. അതായത്
17/3 മൈനസ് 14/5. ഇങ്ങനെ രണ്ട് ഫ്രാക്ഷൻസ് ക്രിയേറ്റ്, ഇപ്പൊ ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് ആയി, വിഷമ ഭിന്നങ്ങളായി ക്രിയേറ്റ് വന്നാൽ ഇത് കോസിന് എടുക്കുക, എന്നിട്ട് ഇടയ്ക്ക് മൈനസ് കൊടുക്കുക. സമം 17 × 5 മൈനസ്, ഇവിടെ മൈനസ് ആണല്ലോ ഇടയ്ക്ക്, 14 × 3 ബൈ പിന്നെ ഛേദങ്ങൾ തമ്മിൽ ഗുണിക്കുക. അതായത് 85 മൈനസ് 42/15 സമം 43/15. നമുക്ക് ഇവിടെ ആൻസർ മിശ്ര ഭിന്നത്തിലാണ്. ഹരണഫലം എഴുതുക ആദ്യം 2, പിന്നെ ശിഷ്ടം മുകളിൽ എഴുതുക. എത്ര കൊണ്ട് ഹരിച്ചപ്പോൾ 15 കൊണ്ട്. 2ഉം 13/15. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇത്രയും മണിക്കൂറാണ് മറ്റു വിഷയങ്ങൾക്ക് മാറ്റി വെച്ചേക്കുന്നത്. ഈ എക്സ് അങ്ങ് റൈറ്റ് സൈഡിൽ പോവാ, സംഖ്യ ഇപ്പുറം വരിക. അപ്പൊ നമുക്ക് എക്സ് മൈനസ് എക്സ് പോസിറ്റീവ് എക്സ് ആകും. 6 7/11 പ്ലസ് 13 15/22 മൈനസ് 7 3/55. ഇതിങ്ങിപ്പുറം വരുമ്പോൾ മൈനസ് ആകും. -7 13/110. ഈ മൈനസ് എക്സ് റൈറ്റ് സൈഡിൽ പോകുമ്പോൾ പോസിറ്റീവ് എക്സ് ആകും. നമുക്ക് ഈ പൂർണ്ണസംഖ്യകളെല്ലാം എഴുതാം. 6 + 13 -7 -7. പിന്നെ ഇവിടെ എന്തുണ്ട്? +7/11 പ്ലസ് 15/22 -3/55 -13/110 ആണ് എക്സിന്റെ വില. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. ഇത് കിട്ടും 13 6 19 -7 -7 14. 19 14 പോകെ 5 പ്ലസ് ഇത്രയും സംഖ്യ നമുക്ക് 11 ഛേദത്തിൽ നിന്ന് വെളിയിലെടുത്താൽ ഇത് കിട്ടും 1/11 ഇൻറ്റു ബാക്കി അപ്പം ചെയ്യാൻ എളുപ്പം ഉണ്ടാകും. അല്ലെങ്കിൽ LCM കാണാൻ വലിയ സംഖ്യ ആണ്. 7 11 എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ 1 ഉള്ളു. 7 11 1 11 പ്ലസ് 15/11 2 22 -3 11 5 55 -13/11 10 110. ഇനി 5 പ്ലസ് 1/11 ഇൻറ്റു ഇവിടെ 1 2 5 10 2 5 10ന്റെ LCM എടുക്കും. അത് 10 കിട്ടും. അപ്പൊ ഇവിടെ മൊത്തത്തിൽ നമുക്ക് 10 എഴുതാം. ഇവിടെ ഛേദം എത്രയാണെന്ന് നോക്കുക. 7 ഗുണം ഇവിടെ 1 അല്ലേ, 1ന്റെ കൂടെ LCM കാണാൻ എത്രയും കൂടി ഇൻറ്റു ചെയ്യണം. 1 ഗുണം 10. പിന്നെ ഇവിടെ ചിഹ്നം പ്ലസ് ഇവിടെ 15 ഗുണം ഇവിടുത്തെ ഛേദം 2 ആണ്. 2ന്റെ കൂടെ എത്രയും കൂടി ഇൻറ്റു ചെയ്താൽ LCM വരും 5 -3 ഗുണം ഇവിടെ 5 ആണ്. 5ന്റെ കൂടെ എത്രയും കൂടെ ഇൻറ്റു ചെയ്താൽ LCM വരും 10 കിട്ടും 2 -13. പിന്നെ ഒന്നുമില്ല, ഇവിടെ 10 തന്നെ ആയതുകൊണ്ട് ഒന്നും ചെയ്യണ്ട, അതങ്ങനെ തന്നെ എഴുതിയാൽ സമം 5 പ്ലസ് 1/11 ഇൻറ്റു 70 പ്ലസ് 15 75 -6 -13/10 സമം 5 പ്ലസ് 1/11 ഇൻറ്റു ഇത് നമുക്ക് കൂട്ടി നോക്കാം. 70 75 145 145 അതിൽ നിന്ന് -6 -13 അതായത് -19 126 ഇൻറ്റു 126/10 സമം 5 പ്ലസ് 1/126/11 110. ഇനി നമുക്ക് ഇതിനെ ഷോർട്ട് ആക്കണം. 126/110 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 126/110 അതിനെ ഷോർട്ട് ആക്കാൻ 2 വെച്ച് 126/110 എന്ന് പറഞ്ഞാൽ 63/55 കിട്ടും. അതായത് 5 പ്ലസ് 63/55 5 പ്ലസ് 63 നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ എളുപ്പത്തിന് 55 പ്ലസ് 8/55. ഇവിടെ 55ന്റെ ടേമിലാണല്ലോ ആൻസർ കിടക്കുന്നത്. സമം 5 പ്ലസ് ഇതിനെ 2നെ 55 വെച്ച് ഡിവൈഡ് ചെയ്യുക. 55/55 പ്ലസ് 8/55 അതായത് 5 പ്ലസ് 55/55 1 പ്ലസ് 8/55 5 പ്ലസ് 1 എത്ര? 6 6 പ്ലസ് 8/55 6ഉം 8/55. ഓപ്ഷൻ സി ആണ് ഉത്തരം. 6ഉം 8/55. ഈ എക്സ് റൈറ്റ് സൈഡിലാക്കുക, സംഖ്യ എല്ലാം ഒരേ സൈഡിലാക്കുക. എന്നിട്ട് നമ്മള് പൂർണ്ണസംഖ്യകളെല്ലാം ക്രിയേറ്റ് ചെയ്യും. 6 പ്ലസ് 13 -7 -7. പിന്നെ ഫ്രാക്ഷൻസ് 7/11 പ്ലസ് 15/22 പ്ലസ് -3/55 -13/110. ഇതിൽ നിന്നെല്ലാം 11 ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടും. ഇതെല്ലാം 11 ഡിനോമിനേറ്റർ നിങ്ങൾ വെളിയിലെടുത്താൽ നമുക്ക് ചെയ്യാൻ എളുപ്പം ഉണ്ടാകും. അല്ലെ കുറച്ച് ലെങ്തി ആകും. എളുപ്പം ചെയ്യാൻ നോക്കണം. 7/11 1 11
15/1 2 22 11 വെളിയെടുക്കുക -3/55 11 5 55 -13/11 10 110. ഇനി നമുക്ക് ഇവിടുത്തെ LCM 2ന്റെ 5ന്റെയും 10ന്റെയും LCM എത്ര കിട്ടും? 10. അപ്പൊ ഇവിടെ LCM 10 എന്ന് ഇടുക. 5 + 1/11 × 10 ഇടുക LCM. പിന്നെ നമ്മള് ഇവിടെ 7 ഗുണം ഇവിടെ 1 ഛേദമുള്ളത്. LCM കിട്ടാൻ എത്രയും കൂടി ചെയ്യണം? 1 ഗുണം 10 പ്ലസ് 15. ഇവിടുത്തെ ഛേദം എത്ര? 2. 2ന്റെ കൂടെ എത്രയും കൂടി ഇൻറ്റു ചെയ്താൽ LCM കിട്ടുക? 2 ഗുണം 5 അന്ന് 10 മൈനസ് 3 ഗുണം ഇവിടെ ഛേദം 5 ആണ്. 5ന്റെ കൂടെ 2ഉം കൂടി ഇൻറ്റു ചെയ്താലേ 10 ആവും. 2 മൈനസ് 13. ഇവിടെ 10 തന്നെ ആയതുകൊണ്ട് ഒന്നും എഴുതണ്ട. 10 ആയി. 10ന്റെ കൂടെ 1 ഇൻറ്റു ചെയ്താൽ മതി. 13 ഗുണം 1 എഴുതിയാലും കുഴപ്പമില്ല. 5 + 1/11 × 70 + 15 75 -6 -13/10. അതായത് 5 + 1/11 × 145 -19/10. അതായത് 5 + 126/11 × 10 എത്ര വരും? 110. 126/110 ഷോർട്ട് ആക്കുമ്പോൾ 63/55 വരും. അതായത് 5 + 63 നമുക്ക് 55 + 8 എന്ന് എഴുതാം. 55 5 + 55 + 8/55 എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് ആക്കാം. 2നെ 55 ഡിവൈഡ് ചെയ്യണം. 5 + 55/55 + 8/55. നമുക്ക് 5 + 1 + 8/55. അതായത് 6ഉം 8/55 വരും. ഓപ്ഷൻ സി ആണ് ഉത്തരം. 36 ഇതിന്റെ HCF ആ ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 2 18 132. പിന്നെയും 2 വെച്ച് 2 9 66. പിന്നെ 3 വെച്ചേ പറ്റത്തുള്ളൂ. 3 3 9 3 22. ഇവിടെ നമുക്ക് ഇവിടെ നിർത്തണം. കാരണം പിന്നെ പൊതുഘടകങ്ങളില്ല, കോമൺ ഫാക്ടർ ഇല്ല. ഹൈസ്റ്റ് കോമൺ ഫാക്ടറാണ് HCF. അപ്പൊ HCF എന്ത് വരും? ഈ ഇടത് സൈഡിലുള്ളത് മാത്രം എഴുതിയാൽ മതി. 2 ഗുണം 2 ഗുണം 3. അതായത് 4 ഗുണം 3 12 കിട്ടും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇത് കോമൺ ഫാക്ടർ ഇല്ലാതെ വരുന്നത് വരെ ചെയ്യുക. ഹൈസ്റ്റ് കോമൺ ഫാക്ടർ എന്നാ പറയുക ഉസാഗ. പ്ലസ് എന്നിടത്ത് ഡിവിഷൻ. പ്ലസ് എന്നതിന് പകരം ഡിവിഷൻ, ഇൻറ്റു എന്നതിന് മൈനസ്, മൈനസ് എന്നതിന് പ്ലസ്. അപ്പൊ ഈ ഇതില് നമുക്ക് ഈ പറഞ്ഞതിന് പകരം എല്ലാം കൊടുക്കാം. 20 പ്ലസ് ഉള്ളിടത്ത് എന്ത് കൊടുക്കും? /4 ബ്രാക്കറ്റ്. ഇൻറ്റു ഉള്ളിടത്ത് എന്ത് കൊടുക്കും? മൈനസ്. ഇവിടെ ഒരു 6 ഉണ്ട്. ഈ മൈനസ് ഉള്ളിടത്ത് പ്ലസും കൊടുക്കും. സമം 20 /4 എത്ര? 5 -6 + 1. ഇനി 2 + 5 1 എത്രയാണ്? 6. പിന്നെ ഒരു -6. ഈ പോസിറ്റീവ് 2ഉം കൂടെ ഒന്നിച്ച് ക്രിയേറ്റ് ചെയ്യുക. 5 1 അഡീഷൻ ചെയ്യുക. പിന്നെ ആദ്യം ബ്രാക്കറ്റ് ഇതായാലും ഡിവിഷൻ. 20നെ 5 കൊണ്ട് 4 കൊണ്ട് ഹരിക്കുമ്പോൾ 5. 5 -6 + 1. 5 + 1. ഇനി 2ഉം കൂടെ ആഡ് ചെയ്യുക. അഡീഷൻ ചെയ്തിട്ട് സബ്ട്രാക്ഷൻ ചെയ്യുക. 5 1 എത്രയാണ്? 6. പിന്നെ ഇവിടെ ഒരു -6 സമം 0. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇവിടെ പ്ലസ് ഉള്ളിടത്ത് ഡിവിഷൻ, ഇൻറ്റു ഉള്ളിടത്ത് മൈനസ്. അവർ തന്നേക്കുന്നത് മൈനസ് ഉള്ളിടത്ത് പ്ലസ്. അങ്ങനെ വന്നാല് 20നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 5. ഇവിടെ -6 + 1. 5 1 ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ 6. പിന്നെ ഇവിടെ ഒരു -6. 6 - 6 0. ഓപ്ഷൻ എ ആണ് ഉത്തരം. മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തുടർന്നും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉൾക്കൊള്ളുന്ന ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത് നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക്